വെള്ളപ്പൊക്കവും ഒക്കെ ആയിട്ട് റോഡൊക്കെ താറുമാറായി കിടക്കുന്ന അവസ്ഥയാണ്. പക്ഷേ നമ്മളെ സിനിമാക്കാരായ UDFകാർക്കെന്ന് പറയാൻ പറ്റില്ല, കോൺഗ്രസ്സുകാരുടെ ഹാർട്ട് ബീറ്റ് പടപടപടപടാ അടിക്കുകയാണ്. ദിവസവും മാറി മറിയുകയാണ്. ആരാകും സാംസ്കാരിക കേന്ദ്രങ്ങളുടെ തലപ്പത്ത് വരാൻ പോകുന്നത് എന്നുള്ള ഭയങ്കര മത്സരം നടക്കുക. രസകരമായ ഗുസ്തി എന്ന് പറയാം. ഒരുപാടുണ്ട് പറയാൻ, കേട്ടപ്പോൾ എനിക്ക് രസം തോന്നി. പക്ഷേ അത് പറയുമ്പോഴും ആദ്യ റൗണ്ടിൽ തന്നെ വ്യാജക്കത്തും വ്യാജ ഊമക്കത്തൊക്കെ അയക്കുന്ന ഒരു അലവലാതി ഉണ്ടല്ലോ, ഫ്രോഡ്. ആദ്യ റൗണ്ടിൽ പുറത്തായി എന്നുള്ളൊരു സന്തോഷം നിങ്ങളെ അറിയിക്കാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ഇനി ഇടയിൽ കൂടെ കയറുമോ സാധാരണ ബോർഡ് മെമ്പറൊക്കെ ആയാൽ പോരെ. എന്തായാലും തലപ്പത്തില്ല, കാരണം അത്രയും പേര് ക്യൂ നിൽക്കുമ്പോൾ അതിനുള്ള യാതൊരു യോഗ്യതയില്ലാത്ത ഇയാൾക്ക് കിട്ടില്ല. പിന്നെ ഒരുപാടുണ്ട് കളികൾ. ആ കളികളെല്ലാം കൂടി ഞായറാഴ്ച വാരഫലത്തിൽ പറയാം. രസമാണ്. നമസ്കാരം. ഹിറ്റുകളുടെ കഥ എന്ന സെഗ്മെൻറ്റിലാണ് നമ്മളിന്ന് കഥ പറയുന്നത്. ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായി വർക്ക് ചെയ്ത കാവടിയാട്ടം എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചാണ്. ഹരികുമാറിനോടൊപ്പവും ലെനിൻ രാജേന്ദ്രനോടൊപ്പവും സംവിധാന സഹായിയായി തുടങ്ങി. പിന്നെ കുറേ സംവിധായകരോടൊപ്പം സഹസംവിധായകനായ ആളാണ് തിരുവനന്തപുരത്ത് കാർഷിക കോളേജിനടുത്ത് പനങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള, വെങ്ങാനൂരിനടുത്ത് പനങ്ങോട് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അനിയൻ. ഒരു കാലത്തെ ഏറ്റവും തിരക്കുള്ള പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിരുന്നു ചന്ദ്രൻ പനങ്ങോട്. ജയൻ്റെ ചാകര പോലുള്ള സിനിമകളുടെയൊക്കെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിരുന്നു. ഒരുപാട് പേർ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളിൽ, കല്ലൂർ ശശിയടക്കം ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ടവരാണ്. ഗിരീഷ് വൈക്കം, അങ്ങനെ കുറേ പേരുണ്ട്. ചന്ദ്രൻ പനങ്ങോടിൻ്റെ അനുജനാണ് ഈ അനിയൻ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത് സെവൻ ആർട്സ് നിർമ്മിക്കുന്ന സ്വാതി തിരുനാളിൻ്റെ ചിത്രീകരണം കോവളം കൊട്ടാരത്തിൽ നടക്കുമ്പോഴാകണം ഒരു പത്രക്കാരൻ എന്നുള്ള നിലയ്ക്ക് അനിയനെ ഞാൻ പരിചയപ്പെടുന്നത്. ലെനിൻ രാജേന്ദ്രനെ ഹരികുമാറിൻ്റെ സുഹൃത്ത് എന്ന നിലയിൽ അതിനു മുന്നേ തന്നെ എനിക്ക് പരിചയമുണ്ട്. ഹരികുമാറിൻ്റെ സിനിമകളുടെ ചർച്ചകൾ അല്ലെങ്കിൽ വർക്കുകൾ നടക്കുന്ന സമയങ്ങളിൽ തമ്പാനൂരിൽ നിന്ന് ഗാന്ധാരിയമ്മൻ കോവിൽ വഴി പോകുന്ന ചെങ്കച്ചൂള ജംഗ്ഷനിലെ ഹോട്ടൽ ലിഡോയിലാണ് ഇവരുടെയൊക്കെ ആവാസ കേന്ദ്രം. ഹരികുമാറിൻ്റെയും ലെനിൻ രാജേന്ദ്രൻ്റെയൊക്കെ ഒരു കാലത്ത് സിനിമാക്കാരുടെ ആവാസ കേന്ദ്രം എന്ന് പറയും. കൊച്ചു ഹോട്ടലാണ്. ലെനിൻ രാജേന്ദ്രൻ്റെ താമസവും മിക്കവാറും ഞങ്ങളുടെ ഡിസ്കഷൻ നടക്കുന്ന ലിഡോയിൽ തന്നെ ആയിരിക്കും, ഒരു റൂമിൽ. പലപ്പോഴും അദ്ദേഹം റൂമിൽ കയറി വരും. അദ്ദേഹത്തെ കണ്ട ഒരു പരിക്കനം തോന്നും. പക്ഷേ ക്ലാസ്സായിട്ടുള്ള വിറ്റുകൾ അടിക്കുന്ന, തമാശകൾ പറയുന്ന ആളാണ് ലെനിൻ രാജേന്ദ്രൻ. ഇരുവരും തമ്മിലുള്ള സംസാരം സെക്സ് കലർന്ന വർത്തമാനത്തിലേക്ക് വഴുതുമ്പോൾ ഒന്നുകിൽ ഹരികുമാർ വിഷയം മാറ്റും, അല്ലെങ്കിൽ ദിനേശ് പോയി ഞങ്ങൾക്ക് 2 ചായ പറഞ്ഞിട്ട് ദിനേശും ചായ കുടിച്ചിട്ട് വരാൻ പറയും. ഒരു അനന്തരവനോടുള്ള സ്നേഹം ബഹുമാനം ഒക്കെ എനിക്ക് നൽകിയിരുന്നു ഹരിസാർ. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, എന്നെ ദ്രോഹിച്ചെങ്കിലും ഉള്ളതുപോലല്ലേ പറയാൻ പറ്റും. ഹരികുമാറിനോട് സംവിധാന സഹായിയായി കൊണ്ടുപോകണമെന്ന് എനിക്ക് വേണ്ടി ശുപാർശ ചെയ്ത ഒരാളുണ്ട്, പ്രശസ്ത ചിത്രകാരൻ കാരക്കാമണ്ഡപം വിജയകുമാർ. വിജയേട്ടൻ തിരുവനന്തപുരം ആയുർവേദ കോളേജിലെ സ്റ്റാഫ് ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസ് റൂം കുറേ കാലം തുടക്കകാലത്ത് എനിക്ക് ചെന്നിരിക്കാനും എന്നെ കാണാൻ വരുന്നവർക്കൊരു സന്ദർശക മുറിയുമായിരുന്നു. അത്രയും സ്വാതന്ത്ര്യം എനിക്ക് തന്നിരുന്നു. ശ്രീവരാഹം ബാലകൃഷ്ണ സാർ, പ്രശസ്ത നിരൂപകനും തിരക്കഥാകൃത്തും കഥാകൃത്തും ചെറുകഥാകൃത്തും ഒക്കെ ആയ, പ്രൊഫസറും ഒക്കെ ആയ ശ്രീവരാഹം ബാലകൃഷ്ണ സാർ, സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് വന്ന പി ബാലചന്ദ്രൻ ശ്രീവരാഹം ബാലകൃഷ്ണ സാറിൻ്റെ ഭാര്യയുടെ സഹോദരനാണ്. തുടങ്ങി അനിയൻ വരെ
വിജയേട്ടൻ്റെ റൂമിലെ നിത്യ സന്ദർശകരായിരുന്നു. ഇവരെല്ലാം ഒത്തുകൂടുമ്പോൾ നല്ല നല്ല ചർച്ചകൾ നടക്കുമായിരുന്നു. ഫ്രണ്ട് ലൈൻ, ഇന്ത്യ ടുഡേ, സ്റ്റാർ സ്റ്റൈല്, സ്റ്റാർ ഡസ്റ്റ് തുടങ്ങി അക്കാലത്തുള്ള കുറേ പ്രസിദ്ധീകരണങ്ങളുടെ കവറിൻ്റെ മുൻവശത്തെ ടൈറ്റിലുകൾ കീറിയെടുത്ത, ടൈറ്റിൽ കാണില്ല, ഫ്രണ്ട് ലൈൻ എന്നെഴുതിക്കുന്ന ആ ടൈറ്റിൽ മാത്രം കീറിയെടുക്കും, ഒരു സ്ട്രിപ്പ് പോലെ സ്കെയിൽ വെച്ച്. ഒരടുക്ക് മാസികകളും വാരികകളും കഷത്തിലിടുക്കി, പഞ്ഞിക്കെട്ട് പോലുള്ള തലമുടിയും മീശയും അതുപോലെ വെളുത്ത അരക്കയൻ ഷർട്ടും മുണ്ടും ധരിച്ച് ഒരാൾക്ക് പിടിച്ചു പോകാവുന്ന ഒരു കുഞ്ഞു കൊടയുമായിട്ട് ശിവരാജ സാർ നടന്നു വരുന്ന കാഴ്ച എൻ്റെ കണ്ണിൽ ഇപ്പോഴും ഉണ്ട്. ഉച്ചയാണ് സമയം, എല്ലാ ഉച്ചയ്ക്കുമാണ് സാർ വരുന്നത്. ഇറങ്ങും മുമ്പ്, ചർച്ചയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങും മുമ്പ് ഈ മാസികകളൊക്കെ കാരക്കണ്ടം വിജയൻ ചേട്ടൻ്റെ മേശപ്പുറത്ത് വച്ചിട്ട്, ഇപ്പോൾ പോത്തീസ് പ്രവർത്തിക്കുന്നതിൻ്റെ ഇടതുവശത്ത് ഒരു ഖാദി ഭണ്ഡാറുണ്ട്. അതിനടുത്ത് 8 പേർക്ക് ഞെരുങ്ങിയിരിക്കാവുന്ന ഒരു ചെറിയ ചായക്കടയുണ്ട്. അവിടേക്ക് ഞങ്ങളെ എല്ലാം ആട്ടിപ്പായിച്ച് അല്ലെങ്കിൽ ആട്ടിത്തെളിച്ച് ബാലകൃഷ്ണ സാർ കൊണ്ടുപോകും. ഒരു ചായ, 2 ദോശ, ഒരു രസവട, ഇത്രയും വാങ്ങിത്തരും. ഇതാണ് കോട്ട. നല്ല സ്വാദിഷ്ടമായ ദോശയും കറികളും ഒക്കെയാണ്. കഴിച്ചു കഴിഞ്ഞാൽ ആ ഹോട്ടലിൻ്റെ മുന്നിൽ നിന്ന് തന്നെ കുറേ നേരം സംസാരിക്കും. ഇന്ന് ഞാനാണെങ്കിൽ നാളെ അനിയനായിരിക്കും, മറ്റന്നാൾ വേറെ ആരെങ്കിലും ഒരാൾ ബാലകൃഷ്ണ സാറിനോടൊപ്പം നടക്കണം. അപ്പോൾ ആരാണോ നടക്കുന്നത് അയാൾ സാറിൻ്റെ അടുത്ത് നിൽക്കും. നടക്കാത്തയാൾ ആയുർവേദ കോളേജിൽ കയറി വിജയേട്ടൻ്റെ റൂമിൽ വച്ചിരിക്കുന്ന ആ മാസികൾ മുഴുവൻ ഉടയാതെ, നൂർത്ത് നോക്കാതെ എടുത്തുകൊണ്ടുവന്ന് താഴെ വെയിറ്റ് ചെയ്യുന്ന സാറിനെ ഏൽപ്പിക്കണം. നടക്കാൻ വിധിക്കപ്പെട്ടത് ഞാനാണെങ്കിൽ ഞാനും സാറും കൂടി റോഡ് ക്രോസ് ചെയ്ത് ഭൂമിക്ക് നോവാതെ അത്രയും പതുക്കെയാണ് നടക്കുന്നത്, നടത്തി ആരംഭിക്കും. അപ്പോൾ എന്തെങ്കിലും സംസാരിച്ച് സാറൊരു വിഷയത്തിലേക്ക് എത്തും. ഒ വി വിജയൻ്റെ രചനകൾ വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ട്? ഇലവങ്കോട് ദേശം സാറ് സ്ക്രിപ്റ്റ് എഴുതിയ പടമാണ്. അത് പൊളിയാൻ കാരണമെന്ത്? ഹരിയുടെ സംവിധാന പാളിച്ചയും, ഹരി എന്ന് പറഞ്ഞാൽ ഹരികുമാർ, ലെനിൻ്റെ വിഷ്വൽ കാഴ്ചപ്പാടും, പത്രാധിപരായ ജയൻ എന്ന് അദ്ദേഹം വാത്സല്യപൂർവ്വം പറയുന്നത് കലാകൗമുദിയുടെ പത്രാധിപരായിരുന്ന എസ് ജയചന്ദ്രൻ നായരെയാണ്. പത്രക്കാരനല്ലാത്ത ജയൻ്റെയും വ്യത്യാസം. ഇങ്ങനെ ഓരോ ദിവസം സാറ് ഓരോ കഥകൾ പറയും ഈ നടത്തത്തിനിടയിൽ. ആയുർവേദ കോളേജിൽ നിന്നും തുടങ്ങിയ നടത്തം ഗാന്ധാരി അമ്മൻ കോവിൽ വഴി, ചെങ്കച്ചൂള വഴി, മോഡൽ സ്കൂൾ ജംഗ്ഷൻ കടന്ന് തക്കാട്ട് NSSൻ്റെ അയ്യപ്പസ്വാമി ക്ഷേത്രം എത്തുന്നതിന് മുമ്പ് നമ്മുടെ ബാലചന്ദ്ര മേനോൻ നടത്തിയിരുന്ന സേഫ് എന്ന സിനിമാ വിതരണ കമ്പനിയുടെ മുന്നിൽ നിൽക്കും. അതുവരെ ഇങ്ങനെ ഒറ്റടി വെച്ച് നടന്നുകൊണ്ടേയിരിക്കും. പറഞ്ഞു കൊണ്ടുവന്ന കഥ അവിടെ നിന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും സാറ്. എന്നിട്ട് സേഫിൻ്റെ സൈഡിലൂടെ കിടക്കുന്ന ഊട് വഴിയിലൂടെ സാറ് വീട്ടിലേക്ക് നടക്കും. ഒരിക്കലും കഥ കേട്ട് നിന്ന അനിയനെയോ ദിനേശോ പോയോ എന്ന് സാറ് തിരിഞ്ഞു നോക്കേയില്ല. ഇങ്ങനെ നടന്നങ്ങ് പോവും. നമ്മൾ സാറ് പോടെ നോക്കി നിൽക്കും. ആയുർവേദ കോളേജ് ജംഗ്ഷൻ മുതൽ സേഫിൻ്റെ മുന്നിൽ വരെ സാറ് സ്വന്തം കുട പിടിച്ചായിരിക്കും നടക്കുന്നത്. വെയിൽ കൊള്ളില്ല. നമ്മൾ വെയിൽ കൊണ്ടാണ് യാത്ര. തിരിച്ച് ഈ വന്ന വഴികളിലൂടെ ആയുർവേദ കോളേജിൽ എത്തുമ്പോഴേക്കും എല്ലാവരും ബാലപ്പ സാർ അല്ലെങ്കിൽ ബാലപ്പണ്ണൻ എന്ന് വിളിക്കുന്ന ശിവരാഘം ബാലകൃഷ്ണ സാർ വാങ്ങിത്തന്ന 2 ദോശയും രസവടയും ചായയും ദഹിച്ച് വേർത്ത് കുളിച്ചായിരിക്കും തിരിച്ച് വിജയേട്ടൻ്റെ റൂമിൽ ചെല്ലുന്നത്. ഈ ഉച്ച നടത്തം 100 പുസ്തകം വായിക്കുന്നതിനേക്കാൾ, 100 സിനിമകൾ, ക്ലാസിക് സിനിമകൾ കാണുന്നതിനേക്കാൾ കാര്യങ്ങളും അറിവുകളും നമുക്ക് നൽകിയിട്ടുണ്ട്. സാറൊരു കോളേജ് അധ്യാപകൻ ആയിരുന്നതിനാൽ പഠിപ്പിക്കും പോലെയായിരുന്നു അവതരണം. അനിയനുമായുള്ള ആ ബന്ധം ദൃഢതരമായി എനിക്ക്. ആയുർവേദ കോളേജിൻ്റെ എതിർവശത്തെ റോഡിൽ പ്രശസ്ത നിർമ്മാണ വിതരണ കമ്പനിയായ വിജയ മൂവ്സിൻ്റെ ഓഫീസുണ്ട്. ഒരു 2 നില കെട്ടിടത്തിൻ്റെ 2ാമത്തെ നിലയിലാണ്.
ഒന്നാമത്തെ നിലയിൽ സിയോൺ മൂവീസ് എന്ന് പറഞ്ഞ ചക്രവർത്തി എന്ന് പറഞ്ഞ സുരേഷ് ഗോപിയെക്കുറിച്ച് വെച്ച് ഒരു സിനിമ എടുത്ത സിയോൺ മൂവീസ്, നമ്മുടെ ദേവാസുരം അടക്കം ഒരുപാട് സിനിമകൾ ചെയ്ത VBK മേനോൻ, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ മുതൽ ഒരുപാട് സിനിമകൾ എടുത്ത VBK മേനോൻ്റെ അനുഗ്രഹയുടെ ഓഫീസും ഒക്കെ താഴെയാണ്. 6-7 ഓഫീസുകളുണ്ട്. അപ്പോൾ നമ്മൾ ആയുർവേദ കോളേജിൽ എന്താ പറയുക, വിജയേട്ടൻ ഇല്ലെങ്കിൽ പുള്ളി എന്നും മാർക്കിടാൻ പോകും സ്കൂളുകളിൽ. അപ്പോൾ അതിനൊക്കെ പോവുകയാണെങ്കിൽ ആ ഓഫീസിൽ നമ്മൾ കൈയടക്കി ഇരിക്കില്ല, ചെന്നിരുന്ന ആരും ഒന്നും പറയുന്നില്ല. വിജയ മൂവീസിൻ്റെ തിരുവനന്തപുരം റീജിയണൽ മാനേജർ ആലപ്പുഴക്കാരനായ പാപ്പച്ചനാണ്. നമ്മളൊരു കുറച്ച് ലക്കം മുമ്പ് പാപ്പച്ചൻ മരിച്ച കാര്യവും 1 വർഷമായ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അതിനു മുന്നേ പാപ്പച്ചൻ മാക്കിൻ്റെ മാനേജരായിരുന്നു. അതിനു മുന്നേ ഫിലിം റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു ഡെന്നി ഫിലിംസിൽ. ജോയി തോമസ് എന്ന് പറഞ്ഞ പ്രശസ്ത നിർമ്മാതാവും പാപ്പച്ചനും ഒക്കെ ഡെന്നി ഫിലിംസിലെ റെപ്രസെൻറ്റേറ്റീവുമാരായിരുന്നു. പുറപ്പാടിൻ്റെ ബാക്കി കാശ് തന്നതൊക്കെ പാപ്പച്ചനാണ് എനിക്ക്. ആ ബന്ധം കഴിഞ്ഞ വർഷം നനച്ചിരിക്കാതെ പാപ്പച്ചൻ മരിക്കുന്നതിനും ഒരു 2 വർഷം മുമ്പ് വരെ ഞാൻ തുടർന്നിരുന്നു. ഒരു 2 വർഷമായി ഞങ്ങളൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് ഞാൻ ക്യാമറയുടെ മുന്നിൽ പറയുന്നില്ല. ഒരു കൊച്ചു പിണക്കം എനിക്കുണ്ടായതുകൊണ്ട് പാപ്പച്ചൻ വിളിച്ചിട്ട് പോലും ഞാൻ എടുക്കില്ലായിരുന്നു. ഞാൻ സ്റ്റുഡിയോ തുടങ്ങിയപ്പോൾ പാപ്പച്ചനെ മാനേജരാക്കിയ കഥ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. ആയുർവേദ കോളേജിൽ വിജയേട്ടൻ ലീവാണെങ്കിൽ ഞങ്ങൾ ആരും റൂമിൽ കയറിയിരിക്കില്ല. പകരം വിജയ മൂവീസിൻ്റെ ഓഫീസിലാണ് ഇരിക്കാറ്. ഷൂട്ടിംഗ് തീരാൻ ചുരുക്കം ദിവസമുള്ളപ്പോൾ മോഹൻലാൽ GS വിജയൻ്റെ ചോദ്യം എന്ന സിനിമയിൽ നിന്നും പിന്മാറിയ കഥയും അതിൻ്റെ നാനാവശ കഥകളും ഒക്കെ ഞാൻ അറിയുന്നത് ആ സിനിമയുടെ മുഖ്യ സഹായിയായിരുന്ന അനിയൻ പറഞ്ഞാണ്. വിജയ മൂവീസിലിരുന്ന് അദ്ദേഹം ഇത്തരം ഒരുപാട് കഥകൾ പറയുമ്പോഴാണ് പലതും ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ചോദ്യം എന്ന ആ ചിത്രം റിലീസായിരുന്നുവെങ്കിൽ GS വിജയൻ വലിയൊരു തിരക്കുള്ള സംവിധായകനായി മാറിയനെ എന്നൊക്കെ അന്ന് അനിയൻ പറയുമായിരുന്നു. സുരേഷ് കുമാർ ആയിരുന്നു ചോദ്യത്തിൻ്റെ നിർമ്മാതാവ്, റഹ്മാനായിരുന്നു നായകൻ. സുരേഷ് കുമാറിൻ്റെ സുഹൃത്ത് എന്ന നിലയിൽ പ്രിയദർശൻ ഒരു നാൾ ചോദ്യത്തിൻ്റെ കോഴിക്കോട്ടുള്ള ലൊക്കേഷനിലെത്തി. അദ്ദേഹം അനിയനോട് വേണ്ടാത്ത എന്തോ സജഷനുകളൊക്കെ പറഞ്ഞു. അത് പറയാൻ നിങ്ങളാര്? എന്നോട് ഇതൊക്കെ പറയാൻ സംവിധായകൻ വിജയനുണ്ട്, അസോസിയേറ്റ് ഡയറക്ടറായ VR ഗോപാലകൃഷ്ണനുണ്ട്, നിങ്ങളാരത് പറയാൻ എന്നൊക്കെ ക്ഷിപ്രകോപിയായ അനിയൻ പ്രിയനോട് വച്ച് കാച്ചിയ കഥയും ആ ഇഷ്യൂവും എനിക്കറിയാം. ഇങ്ങനെ ഒരുപാട് കഥകൾ അനിയൻ പറഞ്ഞ് എനിക്കറിയാം. ലെനിനും അനിയനും കാണുമ്പോൾ രസകരമായ സംഭാഷണങ്ങൾക്ക് തുടക്കമിടും. അതിനും ഞാൻ സാക്ഷിയായിട്ടുണ്ട്. ഇടവപ്പാതി എന്നൊരു സിനിമയാണല്ലോ ലെനിൻ സാർ അവസാനം ചെയ്തത്. ആ സെറ്റിലേക്ക് പോകുമ്പോഴാണ് ജഗദീഷ് ശ്രീകുമാറിന് കോഴിക്കോട് വെച്ച് ആക്സിഡൻറ്റ് പറ്റുന്നത്. ഇത് പാണാംവളവ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അതിലെ നായിക മനീഷ കൊയ്രാളയായിരുന്നു. സിനിമ തുടങ്ങി പല പ്രശ്നങ്ങളാൽ നീണ്ടു പോയപ്പോൾ മനീഷ കൊയ്രാളയ്ക്ക് ക്യാൻസർ രോഗിയായി. അവർ ബാക്കി അഭിനയിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ വന്ന് അഭിനയിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടായി. എല്ലാം റെഡിയായി വരുമ്പോഴേക്കും ജഗതിക്ക് ആക്സിഡൻറ്റായി. ഇതിലെ രസം എന്താണെന്ന് ചോദിച്ചാൽ ഈ സിനിമ നിർമ്മിച്ചത് ലെനിൻ രാജേന്ദ്രനാണ്. 50 ലക്ഷം രൂപ ഏറ്റവും ചുരുങ്ങിയത് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു, കടവായി. നമ്മൾ ചോദിച്ചാൽ വളരെ കൂളായിട്ട് പറയും, ആ ജഗതിക്ക് ആക്സിഡൻറ്റ് പറ്റുമെന്ന് വിചാരിച്ചല്ലോ ഞാൻ ഈ പടം നിർമ്മിക്കാൻ ഇറങ്ങിയത്. മനീഷ കൊയ്രാളെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവർക്ക് ക്യാൻസർ ആയില്ലേ. കടലിൽ നിന്ന് വന്നത് കടലിൽ പോവും, നമ്മുടെ 50 ലക്ഷം പോയി എന്നൊക്കെ പറയും. അതുപോലെ തന്നെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ അനിയൻ ചോദിക്കും, പുതിയ സംഭവം വല്ലതും ഒത്തോ എന്ന് കേൾക്കും. ഒരു മടിയുമില്ലാതെ ലെനിൻ സാർ പറയും, ഒരു ഹതഭാഗ്യൻ വന്ന് വീണിട്ടുണ്ട്, നടക്കുമോ ഇല്ലേന്ന് പറയാറായില്ല എന്ന് പറയും. തുറന്ന് പറയാണ് ഹതഭാഗ്യനെന്ന്. കാരണം ഈ പടം പൊളിയും. ലെനിൻ സാറിൻ്റെ പടം വലിയ ഹിറ്റുകളാവുന്ന സിനിമകളല്ലല്ലോ, അപ്പം നഷ്ടം വരും. അതിന് അദ്ദേഹം പറയുന്ന ഹതഭാഗ്യൻ എന്നാണ്. ഒരു ഹതഭാഗ്യൻ വന്ന് വീണിട്ടുണ്ട്, നടക്കില്ലെന്ന് പതുക്കെ അറിയാം. ഇങ്ങനെയുള്ള ഒരാളായിരുന്നു ലെനിൻ സാർ. നമ്മുടെ ചാനലിലെ ഹിറ്റുകളുടെ കഥയിൽ അടുത്ത കഥ പറയേണ്ടത് ഏത് സിനിമയെപ്പറ്റി എന്ന ചിന്തയിൽ നടക്കുമ്പോഴാണ്
എനിക്ക് പെട്ടെന്ന് തോന്നി ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായ വലിയ വിജയമായ കാവടിയാട്ടത്തെപ്പറ്റി പറയാം. കാവടിയാട്ടത്തെപ്പറ്റി ഞാൻ പലപ്പോഴും പലതും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാലം ഗൾഫിൽ ജോലി ചെയ്ത് അവിടെ ജോലി അവസാനിപ്പിച്ച് വന്നയാളാണ് സിയോൺ പാപ്പച്ചൻ എന്ന ഈ കാവടിയാട്ടത്തിൻ്റെ നിർമ്മാതാവ്. ഞങ്ങളൊക്കെ സിയോൺ പാപ്പച്ചൻ സാർ എന്ന് പറയും. അദ്ദേഹം സുരേഷ് ഗോപിയെ നായകനാക്കി ചക്രവർത്തി എന്ന ഒരു സിനിമ നിർമ്മിച്ചു. സ്വയം വിതരണക്കാരനുമായി. ഒരു ദുരന്ത സിനിമയായിരുന്നു ആ ചിത്രം. പോസ്റ്റർ ഒട്ടിച്ച പൈസ പോലും കിട്ടിയില്ല. ആദ്യ ചിത്രം പരാജയമായപ്പോൾ അടുത്ത സിനിമയിൽ സൂക്ഷിച്ചു വേണം കാൽവയ്ക്കാൻ എന്ന നിശ്ചയത്തിൽ സിയോൺ പാപ്പച്ചൻ നടക്കുന്ന കാലമാണ്. കുറച്ച് തമിഴ് പടങ്ങളെടുത്ത് ട്രാവൻകൂർ ഏരിയയിലെ വിതരണമൊക്കെ നടത്തി. പക്ഷെ അതിലും വലിയ ഗുണമൊന്നും ഉണ്ടായില്ല. കാവടിയാട്ടത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുവെങ്കിൽ നിർമ്മാതാവായ സിയോൺ പാപ്പച്ചനോട് സംസാരിക്കണം എന്ന് ഞാൻ ഉറപ്പിച്ചു. ഇടയ്ക്കിടെ ഞാൻ അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ, എടാ മോനെ, ഞാൻ 2 സിനിമകളെടുത്തു. അതിൽ എന്നോട് വല്ലപ്പോഴുമെങ്കിലും വിളിച്ച് സുഖമാണോ, ഞാൻ ജീവനോടെ ഇരിക്കുന്നോ എന്ന് തിരക്കുന്ന ഏക വ്യക്തി നീയാണ് എന്ന് സന്തോഷപൂർവ്വം എന്നോട് പറയും. സംസാരത്തിൽ മോശമല്ലാത്ത അവശത എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ദിനേശാണ് എന്ന് പറഞ്ഞു. പറ. അല്ല, എനിക്ക് പാപ്പച്ച സാറിനെ ഒന്ന് നേരി കാണണം. എന്തിനാ? എനിക്ക് സുഖമില്ലടാ മോനെ. പറ, എന്തിനാ നീ ഇങ്ങനെ അറ്റം വരെ വരുന്നേ? വിശേഷം വല്ലതും ഉണ്ടോ? ഞാൻ കാവടിയാട്ടത്തെക്കുറിച്ച് ഹിറ്റുകളുടെ കഥ എന്ന സെഗ്മെൻറ്റിൽ ഒരു സ്റ്റോറി ചെയ്യുന്നു. അതിനു മുന്നേ താങ്കളുമായിട്ടൊന്ന് സംസാരിക്കണം. എല്ലാം നിനക്കല്ലേ നന്നായി അറിയാവുന്നത് എന്നായി പാപ്പച്ച സാർ. ഇനി ഞാൻ പറഞ്ഞു തരണോ നിനക്ക്? എന്നാലും എനിക്കൊന്ന് നേരി കാണണം. വഴി പറയോ? നീ എന്ന് വരും? എന്ന് വരണം എന്നായി ഞാൻ. എന്ന് വേണോ വന്നോ? ഞാനിപ്പോൾ ചിറ്റാഴിയിലാണ് താമസം. അതറിയാമല്ലോ അല്ലേ നിനക്ക്? അറിയാം. ചിറ്റാഴ വന്ന് നിന്നിട്ട്, ചിറ്റാഴ ജംഗ്ഷനിൽ വന്ന് നിന്നിട്ട് വിളിക്ക്, വഴി പറഞ്ഞു തരാം. ശരി. ഒറ്റയ്ക്ക് ഇത്രയും ദൂരം പോവുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം രസമുള്ള ഒരു യാത്രയല്ല. സംവിധായകൻ അനിയനെ കൂടി വിളിച്ചാലോ? അങ്ങനെ ഞാൻ ചിന്തിച്ചു. ഞാൻ അനിയൻ ചേട്ടനെ വിളിച്ചു, കാര്യം പറഞ്ഞു. എന്ന് പോകാൻ ദിനേശ് എന്നായി അദ്ദേഹം. അനിയൻ ചേട്ടൻ പറഞ്ഞോ? ഞാൻ റെഡി, നാളെ തന്നെ പോവാം എന്നായി അദ്ദേഹം. രാവിലെ റെഡിയായി അനിയൻ ചേട്ടനെ പിക്ക് ചെയ്യാൻ തൊഴുവങ്കോട് അമ്പലത്തിൻ്റെ മുന്നിൽ ഞാൻ ചെന്നു. 2 പേരും കൂടി ചിറ്റാഴിയിലേക്ക് യാത്രയായി. ചിറ്റാഴി എത്തിയപ്പോൾ ഞാൻ പാപ്പച്ച സാറിനെ വിളിച്ചു, വഴി പറഞ്ഞു തന്നു. വീട്ടിലേക്ക് തിരിയുന്നിടം കണ്ടപ്പോൾ എൻ്റെ പകുതി ഉയിര് പോയി. ഒരു കുത്തിറക്കം, ഇങ്ങനെയുള്ളൊരിറക്കം. ഞാൻ അങ്ങനെയുള്ളൊരു സ്ഥലം കണ്ടിട്ടില്ല. ഒരു വണ്ടിക്ക് പോകാനുള്ളത്ര വീതിയേ ഉള്ളൂ. താഴേന്ന് ഇരച്ച് തുമിച്ച് ഒരു ടിപ്പറോ മറ്റോ കയറി വന്നാൽ എൻ്റെ കാര്യം കട്ടപ്പുകയാവും. പരീക്ഷണം വേണ്ടാന്ന് വെച്ചു. മെയിൻ റോഡിൽ തന്നെ കാർ ഒതുക്കിയിട്ടു. എന്നിട്ട് പാതാളക്കുഴിയിലേക്ക് ഞങ്ങൾ 2 പേരും കൂടി നടന്നു. വീടിൻ്റെ മുന്നിൽ വാക്കിംഗ് സ്റ്റിക്കിൻ്റെ സഹായത്തിൽ നിർമ്മാതാവ് പാപ്പച്ച സാർ അങ്ങനെ നിൽക്കുന്നു. പാവം, നല്ല വയസ്സായതുപോലെ. കാരണം ഡൈയടിയൊക്കെ നിർത്തി, മൊത്തം നരച്ചു, മീശയും തലപിടിയല്ല. ശബ്ദമാണെങ്കിൽ വല്ലാതെ ശോഷിച്ചു പോയി. ഒരു പെയിൻറ്റർ നിന്ന് വീടിൻ്റെ ചുവരൊക്കെ പെയിൻ്റ് അടിക്കുകയാണ്. നല്ല കാറ്റും വെളിച്ചവുമുള്ള, പട്ടണ തിരക്കും പുകയും ഇല്ലാത്ത ഒരു വലിയ വീട്, സാമാന്യം വലിയ വീട്. ഭാര്യ നേഴ്സാണ്. പെൻഷനായ ശേഷവും ഒരാശുപത്രിയിൽ പണി ചെയ്യുന്നു. ഉച്ചവരേ ഉള്ളൂ, ഉച്ചയ്ക്ക് തിരിച്ചു വരും. രാവിലെ 7 മണിക്കോ 8 മണിക്കോ എന്തോ പോകും. ഒരു മകളേ ഉള്ളൂ അദ്ദേഹത്തിന്. അവർ എറണാകുളത്ത് കുടുംബസമേതം താമസിക്കുന്നു. കലശലായ ഷുഗർ അടക്കം പലതും പാപ്പച്ചനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. കയ്യിലൊരു ചെറിയ ഈ കറുത്ത ബാഗും ഗോൾഡ് ഫ്രെയിമിലുള്ള കണ്ണടയും മുടിയൊക്കെ ഡൈ ചെയ്ത്
പാൻറ്റൊക്കെ ഇൻ ചെയ്ത് സുമുഖനായി വന്നിരുന്ന സിയോൺ പാപ്പച്ചൻ രോഗപീഡയുടെയും പ്രായത്തിൻ്റെയും അവശതയിലാണ്. എന്നാലും എന്നെയും അനിയനെയും കണ്ടപ്പോൾ സന്തോഷവാനായി മാറി. കാവടിയാട്ട സമയത്ത് പാപ്പച്ചൻ ഒരു പയ്യനെ ക്യാഷ് കൈകാര്യം ചെയ്യാനായിട്ട് കൊണ്ടു നടന്നിരുന്നു. വിശ്വസ്തനായ ഒരു പയ്യനെ, ഒരു ബോബനെ, സുമുഖനായ പയ്യനായിരുന്നു ബോബൻ. ജഗതി ചേട്ടൻ കാവടിയാട്ടത്തിൽ ചെയ്ത തട്ടിപ്പുകാരൻ വേലപ്പൻ കുറേ കാലത്തിന് ശേഷം നാട്ടിലേക്ക് വരുമ്പോൾ നാടൻ ഒരു ചായക്കടയിൽ കയറും, ഇന്ദ്രൻസിൻ്റെ ചായക്കടയിൽ. അദ്ദേഹം ചായക്കടയിലേക്ക് കയറാൻ പോകുമ്പോൾ അതിനകത്തുനിന്നൊരു പയ്യൻ പുറത്തേക്ക് ഇറങ്ങിപ്പോവും. ആ പയ്യൻ വേലപ്പനോട് വരുന്ന വഴിയാണോ എന്ന് തിരക്കും. അല്ല, പോകുന്ന വഴിയാ. നീയുടെ റാസ്കൽ പെട്രോൾ പമ്പിനകത്ത് തീപ്പെട്ടി വരയ്ക്കുന്നു എന്നൊക്കെ ചോദിച്ച് ജഗതി ചേട്ടൻ ഗെറ്റോട്ടടിക്കുന്നൊരു പയ്യനുണ്ട്. ആ വേഷം ചെയ്തതും ഈ ക്യാഷ്യറായി വന്ന പയ്യനാണ്. ഈ പയ്യനാണ് പിന്നീട് സീരിയൽ സംവിധായകനും സിനിമാ സംവിധായകനും ഒക്കെയായി മാറിയ ബോബൻ സാമുവൽ. കാവടിയാട്ടത്തിൻ്റെ ക്യാഷ്യറാണ്. ചായക്കട മുതലാളി ഇന്ദ്രൻസായിരുന്നു. നല്ല പ്രശസ്തനായി ബോബൻ. അയാൾ തിരുവനന്തപുരത്ത് താമസം മാറ്റി എറണാകുളത്തേക്ക് താമസം മാറ്റി. അയാൾ രമ്യ എന്നേ ഒരു നടിയെ കല്യാണം കഴിച്ചു. പേര് പെട്ടെന്ന് വിട്ടുപോയി, എനിക്ക് നല്ല പരിചയമുള്ള നടിയാണ്. പ്രശസ്തനായ ശേഷം ഒരിക്കൽ പോലും ബോബൻ ഈ പറഞ്ഞ പാപ്പച്ചനെ കാണണ്ട, വിളിക്കുക പോലും ചെയ്തിട്ടില്ല. രശ്മി ബോബൻ എന്ന് പറഞ്ഞ നടിയാണ് ഭാര്യ. പാപ്പച്ചൻ ആദ്യമായി നിർമ്മിച്ച ചക്രവർത്തി അന്നത്തെ കാലത്ത് ലക്ഷങ്ങൾ നഷ്ടമാക്കിയ സിനിമയായിരുന്നു. അതിൻ്റെ സംവിധായകൻ ശ്രീകുമാറും ഒരിക്കലും പിന്നെ നിർമ്മാതാവിനെ വിളിച്ചിട്ടില്ല. അതാണല്ലോ സിനിമ. വളരെ വിഷമത്തോടെ അദ്ദേഹം അത് പറഞ്ഞു എന്നോട്. ഒരുപാട് നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു. ഭാര്യ ജോലി കഴിഞ്ഞ് ഇപ്പോൾ തിരിച്ചെത്തും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾ ഇറങ്ങി. കൃത്യസമയത്ത് ആഹാരം കഴിക്കാനും മരുന്ന് കഴിക്കാനും ഞങ്ങൾ തടസ്സമാകരുതല്ലോ. ചായ ഇടാമെന്നൊക്കെ പാപ്പച്ചൻ പറഞ്ഞു. സ്നേഹപൂർവ്വം നിരസിച്ചു. പാപ്പച്ച സാറിനോടൊപ്പം കുറേ പടങ്ങൾ ഞങ്ങളും കൂടെ നിന്ന് എടുക്കണം, ഒറ്റയ്ക്കും കുറേ പടങ്ങൾ എടുക്കണം എന്നെല്ലാം കരുതിയാണ് ഞാൻ ചെന്നത്. അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം കണ്ടപ്പോൾ അതെല്ലാം ഞാൻ മറന്നു. ദാരിദ്ര്യം ഒട്ടുമില്ല, സന്തോഷവാനുമാണ് അദ്ദേഹം. പക്ഷേ മൊത്തം അവശതയിലാണ്. ഇനി വീണ്ടും നമുക്ക് കാവടിയാട്ടത്തിൻ്റെ ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. ഒരു നാൾ ഞാൻ മുദ്ര പാപ്പച്ചൻ എന്നറിയപ്പെടുന്ന വിജയ മൂവീസ് പാപ്പച്ചൻ്റെ ഓഫീസിലേക്ക് ചെല്ലുന്നു. അവിടെ ഈ പറഞ്ഞ സംവിധായകൻ അനിയൻചേട്ടനുണ്ട്. അവർ സീരിയസ് ആയിട്ട് എന്തോ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിയോൺ പാപ്പച്ചൻ ചക്രവർത്തി പൊളിഞ്ഞതിനാൽ വലിയ നിരാശയിലേക്ക് പോയി. ഉടനെ തന്നെ ആ നിരാശയെല്ലാം മാറ്റുന്ന തരത്തിലുള്ളൊരു സിനിമ ചെയ്യണം എന്ന് അദ്ദേഹം ഉറപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്താണ് പാദമുദ്ര സംവിധാനം ചെയ്ത ആർ സുകുമാര സാർ. അടുത്ത സിനിമ എനിക്ക് ചെയ്തു തരണം എന്ന് സുകുമാരൻ സാറിനോട് പാപ്പച്ചൻ പറഞ്ഞു. പക്ഷേ സുകുമാരൻ സാർ സ്വീകരിച്ചില്ല. 7 ആർട്സ് അടക്കം വലിയ ബാനറുകൾ സുകുമാരൻ സാറിനെ കൊണ്ട് സിനിമകൾ ചെയ്യാൻ തയ്യാറായി ചർച്ചകൾ നടക്കുകയാണ്. സുകുമാരൻ ഒന്ന് നന്നായി പറഞ്ഞാൽ, സുകുമാരൻ സാർ ഒന്ന് നന്നായി പറഞ്ഞാൽ സിയോൺ മൂവീസിൻ്റെ അടുത്ത സിനിമ ചെയ്യാനുള്ള അവസരം അനിയന് കിട്ടാം. സുകുമാരൻ സാറിനോട് ആര് പറയും? അതാണ് പാപ്പച്ചനുമായിട്ട് ചർച്ച നടക്കുന്നത്. താഴെ കെട്ടിടത്തിൻ്റെ താഴെ ഇരിക്കുകയാണ്. പക്ഷേ ആർക്കും അദ്ദേഹത്തിനോട് പോയി പറയാനൊരു മടി. അപ്പോഴാണ് എൻ്റെ എൻട്രി. ഞാനും സുകുമാരൻ സാറും നല്ല ബന്ധമാണ്. പാദമുദ്രയുടെ റെക്കോർഡിംഗ് പൂജ ക്ഷണിക്കാൻ പത്രക്കാരനായ എൻ്റെ വീട്ടിൽ വന്നേടം മുതൽ ഞങ്ങൾ നല്ല ബന്ധമാണ്. കുടപ്പനക്കുന്ന് ഹരി എഴുതി, വിദ്യാധര മാഷ് സംഗീതം നൽകി, ദാസേട്ടൻ പാടിയ പാദമുദ്രയിലെ അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓങ്കാരമൂർത്തി ഓച്ചിറയിൽ എന്നുള്ള പാട്ട് റെക്കോർഡിങ്ങിൽ നേരിട്ട് പങ്കെടുത്ത ഒരുവനാണ് ഞാൻ. ദാസേട്ടൻ പാടുന്നത്, ലൈവായിട്ട് പാടുന്നത് കാണാൻ പറ്റിയ ഒരാളാണ് ഞാൻ.
പാദമുദ്രയെ പറ്റി അക്കാലത്ത് ഞാൻ ഒരുപാട് വാരികളിൽ എഴുതി. എന്നെ സകല ചിലവും തരാം, ലൊക്കേഷനിൽ വരാനും. അതിൻ്റെ അഗസ്ത്യൻ എലഞ്ഞിപ്പള്ളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിർമ്മാതാവ് എന്നെ വിളിച്ചു. അദ്ദേഹം കാനഡക്കാരനോ ഇറ്റലിക്കാരനോ എന്തോ ആണ്. ആദ്യ പ്രദർശനത്തിനും എന്നെ വിളിച്ചു. ഞാൻ അതിന് പോയി. പാദമുദ്രയുടെ ഒരു സഹസംവിധായകനാണ് ഇന്നത്തെ പ്രശസ്ത സംവിധായകനായ ഷാജി കൈലാസ്. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും എന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ ഇപ്പോഴും തരങ്ങണിയിലെ റെക്കോർഡിങ്ങും നിർമ്മാതാവ് അഗസ്റ്റിൻ എലഞ്ഞപ്പള്ളിയെയും ആർ സുകുമാര സാറിനെയും ഒക്കെ എനിക്ക് ഓർമ്മ വരും. വെള്ളപ്രതലത്തിൽ ഓച്ചിറയിൽ അമ്പലക്കാളയുമായി നിൽക്കുന്ന മോഹൻലാലിൻ്റെ മാധുപ്പണ്ടാരത്തിൻ്റെ പടമടിച്ച ബ്രോഷർ എനിക്ക് ഓർമ്മ വരും. എൻ്റെ പേപ്പർ കൂമ്പാരത്തിനിടയിൽ എവിടെയോ ആ ക്ഷണക്കത്ത് ഉറങ്ങിക്കിടക്കുകയാവും ഇപ്പോഴും. ഇറ്റലിയിലോ മറ്റോ ആണ് അഗസ്റ്റിൻ എലഞ്ഞിപ്പള്ളി എന്ന് ഞാൻ പറഞ്ഞല്ലോ, അന്നും ഇന്നും. തിരുവനന്തപുരം പേട്ട സ്കൂളിലെ അധ്യാപകനാണ് ആർ സുകുമാര സാർ. ഞാൻ പേട്ടയിൽ ചെന്ന് അദ്ദേഹത്തെ നേരിൽ കണ്ട് കാര്യം പറഞ്ഞു. അതിശയത്തോടെ അദ്ദേഹം പറഞ്ഞത്, ദിനേശേ, സിനിമയിൽ വന്നിട്ട് ഒത്തിരി കാലമായില്ലേ നിങ്ങൾക്കൊരു സിനിമ ചെയ്യാനുള്ള സമയം കഴിഞ്ഞു. ഞാൻ ദിനേശനായി പറയാം പാപ്പച്ചനോട്. ഞാൻ പറഞ്ഞാൽ പാപ്പച്ചൻ കേൾക്കും. ഒരു നല്ല വിഷയം ദിനേശ് കണ്ടെത്ത് എന്നായി സുകുമാര സാർ. അത് വേണ്ട സാർ, അനിയൻ മിടുക്കനാ. സാറ് അനിയന് വേണ്ടി സിയോൺ പാപ്പച്ചനോടൊന്ന് ശുപാർശ ചെയ്യണം. പിന്നൊന്നും സുകുമാര സാർ എന്നോട് സംസാരിച്ചില്ല. അദ്ദേഹം പാപ്പച്ചനോട് കാര്യം പറഞ്ഞു. കാര്യങ്ങൾ വേഗത്തിലായി. പിന്നെ ചിത്രഭൂമിയിലെ ലേഖകനായിരുന്ന, പിന്നെ മാതൃഭൂമി സ്റ്റാഫായി മാറിയ ബി ശ്രീരാജ് വന്നു കഥയുടെ ചർച്ചയ്ക്ക്. അദ്ദേഹമാണ് തിരക്കഥ എഴുതുന്നത്. പൊതുവേ ബുദ്ധിജീവിയായ, അധികം സംസാരിക്കാത്ത, ഒട്ടും ചിരിക്കാത്ത ബി ശ്രീരാജ് ഒരു തരികിട കോമഡി പടത്തിനായി തിരക്കഥ എഴുതിയാൽ എന്താവും സ്ഥിതിയെന്ന് ആര് ചിന്തിച്ചില്ലെങ്കിലും ഞാൻ ചിന്തിച്ചു ആ കാലത്ത്. അനിയനും ചിരിയുടെ കാര്യത്തിൽ പിശുക്കനാണ്. ഈ ലെനിൻ രാജേന്ദ്രനെയും ഹരികുമാറിനെയും പോലുള്ള ബുദ്ധിജീവി സിനിമക്കാരുടെ ആളാണല്ലോ അനിയൻ. അതുകൊണ്ട് അദ്ദേഹവും ചിരിയിൽ അല്പം റേഷൻ ലെവലേ ചിരിക്കും. ബുദ്ധിജീവി സിനിമ എടുക്കുന്ന തൻ്റെ സിനിമയിലെ ഒരു കഥാപാത്രവും ചിരിക്കുകയോ ചിരിപ്പിക്കുകയോ ചെയ്യരുത് എന്ന് വാശി പിടിക്കുന്ന അടൂരും ടി വി ചന്ദ്രനും സ്വകാര്യ ജീവിതത്തിൽ തമാശകൾ നന്നായി പറയുകയും ആസ്വദിക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷെ അവരെ സിനിമയിൽ ആരും ചിരിക്കില്ല. സിയോണിൻ്റെ സിനിമാ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ഞാനതിൻ്റെ PROയും അസോസിയേറ്റ് ഡയറക്ടറുമായി ചാപ്പ കുത്തി. എല്ലാവരും തീരുമാനിച്ചു, ദിനേശാണ് ഇതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ, ദിനേശാണ് ഇതിൻ്റെ PRO. ഒരുപാട് വാർത്തകൾ ഞാൻ കാവടിയാട്ടത്തിൻ്റെ പത്രങ്ങളിൽ കൊടുത്തു. അതിൻ്റെയും അനിയൻ്റെയും ബി ശ്രീരാജിൻ്റെയും ആദ്യ സിനിമയാണല്ലോ, അതുകൊണ്ട് വാർത്തകൾ ശരിക്കും കൊടുത്തു. അനിയനോടൊപ്പം ലെനിൻ രാജേന്ദ്രൻ്റെയും ഹരികുമാറിൻ്റെയും സിനിമകളിൽ വർക്ക് ചെയ്തിരുന്ന, ഞാൻ ഗായകൻ ശ്രീകുമാർ എന്ന് വിളിക്കുന്ന ഒരു വിചിത്ര കഥാപാത്രമുണ്ട് തിരുവനന്തപുരത്ത്. ഹരികുമാറിൻ്റെയും ലെനിൻ രാജേന്ദ്രൻ്റെയും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അനിയനുമായിട്ട് നല്ല ചങ്ങാത്തമാണ്. യേശുദാസ് ആകണം എന്നായിരുന്നു ആഗ്രഹം, അതിനാണ് സംഗീതം പഠിച്ചത്. എന്നാൽ അടൂർ ഗോപാലകൃഷ്ണനും ആയാൽ കൊള്ളാം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. 2 വള്ളത്തിൽ കാലുവെച്ച അനുഭവമായി പാവത്തിന്, 2ലും എത്തിയില്ല. അടുത്തിടെയും ഈ അടുത്ത കാലത്തും തിരുവനന്തപുരത്ത് കാര്യവട്ടത്തിനടുത്ത് അരശുമൂട് എന്ന സ്ഥലത്താണ് അദ്ദേഹം താമസിക്കുന്നത്. അവിടെ ഞാനും സിന്ധുവും കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു. ഒരുപാട് ലേറ്റായാണ് കല്യാണം കഴിച്ചത്. കുട്ടികളൊന്നുമില്ല, സംഗീതം പഠിപ്പിക്കലാണ് കുട്ടികളെ. കുറേ വലിയൊരു പുളിമരം നിൽപ്പുണ്ട് വീട്ടിൻ്റെ മുന്നിൽ. അത് ആളിനെ കയറ്റി ഒതുക്കിയിട്ട് പുളി പറക്കി വെയിലത്തിട്ട് ഉണക്കി അതിൻ്റെ പുളിയുടെ പുളിങ്കുരുവൊക്കെ കുത്തിക്കളഞ്ഞ് നല്ല ക്ലീനാക്കി വെയിലത്ത് വെച്ച് ഉണക്കി അതിനെ ഉപ്പും കൂടെ ചേർത്ത് ഉരുട്ടിയെടുക്കുന്ന സമയത്താണ് ഞങ്ങൾ ചെന്നത്. 2 കിലോ പുളി എന്തോ ഞങ്ങൾ വാങ്ങി. കിലോയ്ക്ക് എത്ര രൂപ എന്ന് ഞാൻ ചോദിച്ചു. എന്താ വാങ്ങിക്കണോ എന്നിട്ട്? അല്ല, വാങ്ങിയ 2 കിലോയ്ക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പുളിയോടെ വച്ചിട്ട് പോകാൻ പറഞ്ഞു. എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ തന്ന പുളിക്ക് പൈസ തരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒരു സാധു മനുഷ്യനും മാന്യനുമാണ്. ഒരു വലിയ കുടുംബത്തിൽ ജനിച്ചതിൻ്റെ ട്രാജഡിയാണ് അദ്ദേഹം ഇപ്പോൾ അനുഭവിക്കുന്നത്. സ്വാതി തിരുനാളിലൊക്കെ ഈ പറഞ്ഞ ഗായകൻ ശ്രീകുമാർ, അദ്ദേഹം ശംഭു എന്നാണ് അറിയപ്പെടുന്നത്. വേണ്ടപ്പെട്ട ആളുകളെല്ലാം ശംഭു ശംഭു എന്നാണ് വിളിക്കുന്നത്.
അപ്പോൾ ഈ പറയുന്ന ഗായകൻ ശ്രീകുമാർ സ്വാതിരുന്നാളിലും വർക്ക് ചെയ്തിരുന്നു. ലെൻ രാജേന്ദ്രൻ്റെ സംവിധാന സഹായിയായിട്ടായിരുന്നു വർക്ക് ചെയ്തത്. കോവളം കൊട്ടാരത്തിൽ പത്രപ്രവർത്തകനായി ഞാൻ ചെല്ലുമ്പോൾ കോവളം കൊട്ടാരത്തിന് മുന്നിലെ വിശാലമായ പുൽത്തകടിയിൽ കൈതപ്രത്തിൻ്റെ കൂടെ ഇരുന്ന് സംഗീത കച്ചേരി നടത്തുകയാണ് ഈ ശംഭു എന്ന ശ്രീകുമാർ. ഞാനകത്ത് ഷൂട്ടിംഗ് നടക്കുന്ന ഇടത്തേക്ക് ചെന്നപ്പോൾ ഇക്കാര്യം ഞാൻ ലെനിനോട് തിരക്കി. ലെൻ സാറേ, നിങ്ങളുടെ അസിസ്റ്റൻ്റല്ലേ ഈ ശ്രീകുമാർ? അതെ, അയാൾ പുറത്തിരുന്ന് കൈതപ്പുറം സംഗീത കച്ചേരി നടത്തുന്നു എന്ന് പറഞ്ഞു. ലെൻ സാർ പറഞ്ഞ ഉത്തരവാണ് രസം. അത്രയും സമയമെങ്കിലും ഇവിടെ ഭംഗിയായി ഷൂട്ടിംഗ് നടക്കുമല്ലോ ദിനേശേ എന്നായിരുന്നു ലെൻ സാർ പറഞ്ഞത്. സത്യത്തിലൊരു ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ കൊള്ളാത്ത ഒരു സാധു മനുഷ്യനാണ് ശ്രീകുമാർ. എൻ്റെ മനസാക്ഷിയായ സഹസംവിധായകനാണ് സാബു കരിമണൽ. ഈ കരിമണൽ എന്ന് പറഞ്ഞ സ്ഥലം അരശുമൂട്ടിന് തൊട്ടടുത്താണ്. ഇടയ്ക്കിടെ സാബുവിനെ നമ്മുടെ ഈ ഗായകൻ ശ്രീകുമാർ വിളിക്കും. സാബു, നാളെ രാവിലെ ഒരു 8 മണിക്ക് ഹോട്ടൽ ലിഡോയിലോട്ട് വരണം. തമ്പാനൂരാണ്. അപ്പോൾ കരിമണലിൽ നിന്ന് വരണമെങ്കിൽ 10-20 കിലോമീറ്റർ ഉണ്ട്, 10-15 കിലോമീറ്റർ കൂടുതലുണ്ട്. 8 മണിക്ക് മുമ്പായിട്ട് അങ്ങോട്ടേക്ക് വരണം. ഒരു പുതിയ പടം ശരിയായിട്ടുണ്ട്, ബാക്കിയൊക്കെ വന്നിട്ട് പറയാൻ മോനെ. സാബു അന്ന് രാത്രി ഉറങ്ങില്ല. നേരം വെളുപ്പിച്ച് രാവിലെ, അന്ന് സ്കൂട്ടറൊന്നുമില്ല സാബുവിന്, ബൈക്കൊന്നുമില്ല, കാറുമില്ല, ഇപ്പോൾ ഇതെല്ലാം ഉണ്ട്. സാബു അവിടുന്ന് 4 കിലോമീറ്റർ എന്തോ നടന്ന് എവിടെയോ ചെന്ന്, അന്ന് ബൈപ്പാസ് ഒന്നും വന്നിട്ടില്ല, എവിടെയോ ചെന്ന് ബസ് കയറി. ആദ്യത്തെ ബസ്സിൽ കയറി സാബു കുളിച്ച് കുറിയൊക്കെ തൊട്ട് നേരെ ലിഡോ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കും. അങ്ങനെ നിന്ന് ഒരുപാട് നേരം നിന്നിട്ടും ഈ കഥാപാത്രത്തിനെ കാണാൻ പറ്റുന്നില്ല. അവിടെ വന്നിട്ടുമില്ല. അണ്ടികളഞ്ഞ അണ്ണാനെ പോലെ സാബു അടുത്ത ബസ് പിടിച്ച് വീട്ടിൽ പോരും. വീട്ടിലേക്ക് ഇറങ്ങേണ്ട ജംഗ്ഷനിൽ ഇറങ്ങി സാബു നോക്കുമ്പോൾ അവിടെ ഒരു വായനശാലയുണ്ട്. ആ വായനശാലയിൽ 4-5 പേരുമായിട്ടിരുന്ന് ശംഭു ചീട്ട് കളിക്കുകയാണ്. ശംഭു നേരെ അടുത്തേക്കില്ല, ഒന്നും അറിയാത്തതല്ലേ. അല്ല ശംഭു അല്ല, സാബു ശംഭുവിൻ്റെ അടുത്തേക്ക് ചെല്ലും. എന്തൊക്കെയുണ്ട് വിശേഷം മോനെ? എന്തോന്നും വിശേഷമൊന്നോ? ഇന്ന് രാവിലെ 8 മണിക്ക് എന്നോട് ലിഡോ ഹോട്ടലിൽ വരാൻ പറഞ്ഞ് ഞാനവിടെ പോയിരുന്നു. പോയോ? പോയി. സിനിമയിലൊക്കെ കയറണമെങ്കിൽ ഇതുപോലെയൊക്കെ ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വരും. ഒന്നും ആയിട്ടില്ല കേട്ടോ, പൊയ്ക്കോ. സാബു ഇല്ലാത്ത പൈസ ഉണ്ടാക്കി പോയതാണ്. ശംഭു വീണ്ടും ചീട്ടുകൾ തുടങ്ങും. അതുപോലെ തന്നെ ഇടയ്ക്ക് സാബുവിനെ വിളിച്ചിട്ട് പറയും, മോനെ നാളെ രാവിലെ ഒന്ന് വീട്ടിലോട്ട് വാ. സാബു ചെല്ലും. ഇരിക്കും സാബു എന്ന് പറയും. അപ്പോൾ സാബു ഒരു 6-7 പിള്ളേരെ, അല്ല ഈ ശ്രീകുമാർ പഠിപ്പിക്കുകയായിരിക്കും, സംഗീതം പഠിപ്പിക്കുകയായിരിക്കും. അവരെ പഠിപ്പിച്ച് തീരുന്നവരെ ഗുരുകുല വിദ്യാഭ്യാസം പോലെയാണ്. സാബു അവിടെ കുത്തിയിരിക്കും. പിള്ളേർ പോയ ശേഷം ശ്രീകുമാർ സാബുവിൻ്റെ അടുത്തേക്ക് വരും. സാബു, എന്തൊക്കെയുണ്ട് വിശേഷം? ടീച്ചർ സുഖമായിരിക്കുന്നോ? സാബുവിൻ്റെ അമ്മ ഒരു സ്കൂൾ ടീച്ചറാണ്, ഒപ്പം LDFൻ്റെ കഴക്കൂട്ടം പഞ്ചായത്തിലെ ഒരു വാർഡ് മെമ്പറും ഒക്കെ ആയിരുന്നു. സുഖമായിരിക്കുന്നു. ടീച്ചറെ കണ്ടിട്ട് കുറച്ച് നാളായി. ഞാൻ വരുന്നുണ്ട് സാബുവിൻ്റെ വീട്ടിലേക്ക്. സാബുവിനെ ഞാൻ വിളിച്ചത്, നമുക്കൊരു നല്ല കഥ ശരിയായിട്ടുണ്ട് സിനിമയ്ക്ക്. തിരക്കഥ എഴുതി തുടങ്ങണം. ആരെയാണ് അണ്ണൻ നായകനായി കാണുന്നത്? ആരെയും നായകനാക്കാം. കഥയാണ് പ്രധാന നായകൻ. ജയറാം, മുകേഷ്, സിദ്ദിഖ്, ഇവരിൽ ആരായാലും മതി. ഇടയിൽ സിദ്ദിഖിൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് വേറൊരു മിനി കഥ പറയാം. കാവടിയാട്ടത്തിൽ സിദ്ദിഖും സുചിത്രയുമാണ് കാമുകന്മാർ. സുചിത്ര ജയറാമിൻ്റെ സഹോദരിയാണ്. കൃഷ്ണൻകുട്ടി നായരുടെയും ഉഷാറാണിയുടെയും മകനാണ് പോലീസുകാരനായ സിദ്ദിഖ്. അപ്പോൾ രഹസ്യമായിട്ടാണ് ഇവരിൽ പ്രേമം. നടുക്കൊരു മതിലുണ്ട്, മരങ്ങൾ വെച്ച് പിടിച്ച മതിൽ. ഇവർ പരസ്പര വൈരികളാണ്. അപ്പുറവും ഇപ്പുറവും എന്നും അടിയും വെട്ടും ഒക്കെയാണ്. പക്ഷേ ഇവർ തമ്മിൽ പ്രേമമാണ്. രാത്രി ഈ ചെടിയുടെ ഇടയിൽ കൂടെയൊക്കെ ചാടി സിദ്ദിഖ് ഇവളുമായിട്ടുള്ള പ്രേമ പ്രകടനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കാവടിയാട്ടത്തിൽ ഇവർക്കൊരു പാട്ടുണ്ട്. ആ പാട്ടിൽ വള്ളംകളി മത്സരത്തിൽ
രണ്ട് വശത്തിരുന്ന് വള്ളം തുഴയുന്ന നൂറുകണക്കിന് പേരെ കണ്ടക്ട് ചെയ്യുന്ന ഒരാളുണ്ടാവുമല്ലോ. നിലക്കാരൻ എന്നാണ് അയാളെ പറയാറ്. നിലക്കാരൻ തലയിൽ നേരിയതൊക്കെ കെട്ടി കസവ് മുണ്ടെടുത്ത് സ്വർണ്ണ ആർഭാട മാലയൊക്കെ ഇട്ട് തുഴയുന്നവരെ പ്രോത്സാഹിപ്പിക്കാനായി ഇരു കൈയും കൊണ്ട് ആക്ഷനൊക്കെ കാണിക്കുന്ന ആളാണ് ഈ പറഞ്ഞ നിലക്കാരൻ. സിദ്ദിഖ് ഈ റോളിൽ വള്ളത്തിൻ്റെ നടുക്ക് നിൽക്കുകയാണ്. ശരവേഗത്തിൽ എന്താ പറയുക, 10-100 പേർ തുഴയുമ്പോൾ വള്ളത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന നിലക്കാരന് നല്ല ബാലൻസ് വേണം. അല്ലെങ്കിൽ വള്ളത്തിനകത്ത് വീഴാം, ഇല്ലെങ്കിൽ വെള്ളത്തിൽ വീഴാം. പാട്ടിലെ വരികളനുസരിച്ച് അഭിനയിക്കുകയും വേണം. ഇതെല്ലാം കരയിൽ നിന്ന് ജയറാം അവതരിപ്പിക്കുന്ന ഉണ്ണി എന്നാണ് ജയറാമിൻ്റെ പേര്, വട്ടൊക്കെ അഭിനയിക്കുന്നത്. ഉണ്ണിയുടെ സഹോദരി തങ്കമണി, സുചിത്ര ആണ് തങ്കമണി. സുചിത്ര ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കരയിൽ നിന്ന് സിദ്ദിഖിൻ്റെ നേതൃത്വത്തിൽ പോകുന്ന വള്ളത്തിന്. തങ്കമണി കിഷൻകുട്ടി നായർ ചെയ്ത വലിയ കുറുപ്പിൻ്റെ മകൻ പോലീസുകാരൻ രവിയുമായി രഹസ്യ പ്രണയത്തിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. തങ്കമണി ശ്രദ്ധിക്കുന്നു എന്ന് കാണുമ്പോൾ രവി നിലപ്പെട്ടിയുടെ പുറത്ത് ആഞ്ഞൊന്ന് ഇടിച്ച് ഷൈൻ ചെയ്യും. നിലപ്പെട്ടി എന്ന് പറഞ്ഞാൽ കാൽപ്പെട്ടി പോലെ ഒരു പെട്ടി വള്ളത്തിൻ്റെ ഒത്ത നടുക്ക് വയ്ക്കും. അതിലാണ് ഇങ്ങനെ ഇടിക്കുന്നത്. അല്ല വള്ളത്തിൽ ഇടിച്ചാൽ വള്ളം പൊത്തുപോകില്ലേ. അതിന് നിലപ്പെട്ടി എന്നാണ് പറയുന്നത്. 2 കൈവിട്ട് പുന്നമടക്കായലിൽ വള്ളത്തിൻ്റെ നടുവിൽ നിൽക്കണം സിദ്ദിഖ്. ചാട്ടുളി പോലെ പായുന്ന ചുണ്ടൻ വള്ളത്തിൻ്റെ നടുവിൽ നിന്ന് നിലപ്പെട്ടിയിൽ ഇടിക്കണം. തങ്കമണിയെ നോക്കി പ്രേമചേഷ്ടകൾ കാണിക്കണം. തുഴച്ചിലുകാർക്ക് പ്രോത്സാഹനവും നൽകണം. എല്ലാം കൂടി ഒരേ സമയം സിദ്ദിഖ് ചെയ്യുന്ന കഥാപാത്രം ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിൽ ചിരിച്ചോണ്ട് നിന്ന് ചെയ്യണം. സംഗീതം പഠിച്ചിട്ടുള്ള ആൾ എന്ന നിലയിൽ ശ്രീകുമാറിന് സംഗീതത്തിൻ്റെ ഋതം അറിയാമല്ലോ, താളമറിയാം. ഇതൊന്നും അറിയാത്ത സിദ്ദിഖ് വള്ളത്തിൽ കസറുകയാണ്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ എല്ലാം ശ്രദ്ധിക്കണമല്ലോ. ക്യാമറയ്ക്ക് അരികിൽ നിന്ന ശ്രീകുമാറിന് സിദ്ദിഖിൻ്റെ ഈ ഇടിക്ക് താളബോധം ഇല്ല എന്ന് തോന്നി. പുന്നമടക്കായലിൻ്റെ അക്കരെ നിൽക്കുന്നവർക്ക് വരെ കേൾക്കാൻ കഴിയുന്നത്ര ഉച്ചത്തിൽ ശ്രീകുമാർ അലറി, സിദ്ദിഖ് ജി ഋതമില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഇടിച്ച് കാണിച്ചു കൊടുത്തു. ആൾക്കാരെല്ലാം ശ്രീകുമാറിൻ്റെ പ്രകടനം ശ്രദ്ധിക്കുകയാണ്. ഇയാളാരെന്ന് ബുൾഗാനൊക്കെ വെച്ച് ഒരു പ്രത്യേക ടൈപ്പാണ്, ഇങ്ങനെ വളഞ്ഞൊക്കെ നിൽക്കുകയുള്ളൂ. അനിയനും ക്യാമറാമാൻ ആനന്ദക്കുട്ടനും ഇതൊന്നും ശ്രദ്ധിക്കാതെ വള്ളത്തിൻ്റെയും സിദ്ദിഖിനെയും പാൻ ചെയ്ത് ക്യാമറയിൽ പിടിക്കുകയാണ്. പലവട്ടം ശ്രീകുമാർ സിദ്ദിഖ് ജി എന്നുള്ള അലറൽ നടത്തിയപ്പോൾ ക്ഷമ കിട്ട സിദ്ദിഖ് വള്ളത്തിൽ നിന്നുകൊണ്ട് ഒരു നാടൻ തെറി പോടാന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ തെറി അങ്ങ് വിളിച്ചു. ആളുകൾ ആർത്ത് ചിരിച്ചു. കാരണം ഒരു സിനിമ നടല്ലേ വിളിക്കണം. ശ്രീകുമാർ ആകെ നിരാശനായി. നമ്മൾ പറഞ്ഞു വന്നത് കരിമണലിലെ സാബുവിനെ അരശുമൂട്ടിൽ രാവിലെ വിളിച്ചു വരുത്തി ഒരു പടം ചെയ്യാൻ തയ്യാറെടുക്കുന്ന കാര്യങ്ങൾ ശ്രീകുമാർ പറഞ്ഞതാണല്ലോ. അതിനിടയിലാണ് ഈ നമ്മുടെ സിദ്ദിഖ് കയറി വന്നത്. ആരുടെ കഥയെണ്ണ എന്നാകും സാബു. കഥയ്ക്കിവിടെ പഞ്ഞമൊന്നും ഇല്ലല്ലോ മോനെ, നമ്മൾ കണ്ണു തുറന്നിരുന്നാൽ മതി, എത്ര കഥകൾ വേണം, ഈ കഥ എൻ്റെതാ. ഓ അത് ശരി, തിരക്കഥ ആരാ എഴുതണേ? എനിക്കെഴുതാനാവും, എന്നാലും എഴുത്തറിയാവുന്ന ഒരാളെ കൂടി കൂട്ടണം. ആരെങ്കിലും മനസ്സിലുണ്ടോ അണ്ണൻ്റെ? ചിലരുണ്ട്, പക്ഷെ ഞാൻ ഉറപ്പിച്ചിട്ടില്ല. എവിടെ അണ്ണൻ ലൊക്കേഷൻ ഉദ്ദേശിക്കുന്നേ? തിരുവനന്തപുരത്ത് വേണമെങ്കിലാകാം, നമ്മൾ ഷൊർണൂറിലാകും ചെയ്യുക. സംസാരം ഇങ്ങനെ നീണ്ടു പോവും. എന്നാൽ ഒരു ഘട്ടം എത്തുമ്പോൾ പറയും, എന്നാൽ ഒരു കാര്യം ചെയ്യ് സാബു, ചെല്ല്, ഊണ് കഴിക്കാൻ സമയമായി. അതൊക്കെ ശ്രീകുമാറിന് വിശക്കുന്നു. സാബുവിൻ്റെ പൊയ്ക്കോളാം, അല്ല ഊണ് വേണമെന്നല്ല ചോദിക്കണം. അയൽപക്കക്കാരായോണ്ടായിരിക്കാം ഊണ് വേണമെന്ന് ചോദിക്കാത്തത്. സാബു എണീറ്റ് നടന്നു തുടങ്ങുമ്പോൾ പിന്നിൽ നിന്ന് ശംഭു ശ്രീകുമാർ വീണ്ടും വിളിക്കും, സാബു. അപ്പോൾ സാബു നിൽക്കും. നമുക്ക് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കാനായി നല്ലൊരു കാശുള്ള ഒരാളെ പ്രൊഡ്യൂസറാക്കണം. എത്രയും പെട്ടെന്ന് സാബു അങ്ങനെ ഒരാളെ കണ്ടെത്തണം. ആക്ക് ശംഭുവിന്
സംവിധാനം ചെയ്യാനുള്ള സിനിമയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രൊഡ്യൂസറെ സംവിധാന സഹായിയായി നടക്കാൻ തുടക്കം കുറിക്കാൻ വേണ്ടി നടക്കുന്ന സാബു കണ്ടെത്താനാണ് പറയുന്നത്. 3-4 മണിക്കൂർ പുതിയ പടത്തിൻ്റെ ക്ലാസ് എടുത്തു, ചെയ്യാൻ പ്രൊഡ്യൂസറില്ല. അതാണ് ശംഭുവിൻ്റെ അവസ്ഥ. ഒന്നും മറുത്തു പറയാത്ത സാബു മിണ്ടാതെ നടക്കും. ഇത് ഒരു വട്ടമല്ല, പല വട്ടം വിളിച്ച് ശ്രീകുമാർ കഥ പറയും, നിർമ്മാതാവിനെ തപ്പിക്കൊള്ളാനും ഏൽപ്പിക്കും. സാബു കരിമണലിലാണ് താമസം, കഥ കേൾക്കുന്ന രക്തസാക്ഷി എന്ന് പറയാം. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് സാബുവിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, സാബു, എൻ്റെ ഫോണിൽ നിന്ന് ശംഭുവിൻ്റെ ഫോൺ നമ്പർ മാഞ്ഞു പോയി. അണ്ണാ എൻ്റെയിലും ഇല്ല. എനിക്ക് അടിയന്തരമായി ശംഭുവിൻ്റെ നമ്പരും വേണം, ശംഭുവിൻ്റെ കുറച്ച് ഫോട്ടോകളും വേണം. നിൻ്റെ ക്യാമറയും കൊണ്ട് ചെന്നിട്ട് അയാളുടെ ഒരു 5-6 പടം എടുക്കുക, എന്നിട്ട് എനിക്ക് അയച്ചു തരണം, നമ്പരും വാങ്ങിക്കണം. സാബു കൃത്യമായിട്ട് ഈ മഴയത്ത് പാവം ശംഭുവിൻ്റെ വീട്ടിൽ ചെന്നു. അപ്പോൾ എന്തോ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭാര്യ കിടപ്പിലാണ്. പാവം ശംഭു ചോറ് വടിക്കുകയാണ് സാബു ചെന്നപ്പോൾ. സാബുവിൻ്റെ ഒരുപാട് നേരം സംസാരിച്ചു. അപ്പോൾ സാബു കുറേ മീനും വാങ്ങിക്കൊണ്ടാണ് ചെന്നത്. മീനിരുന്ന് അഴുകും. അപ്പം സാബു എണീറ്റപ്പോൾ ഇരിക്കും. സാബു ഇല്ല, മീൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ഇല്ലാതാവും, ഞാൻ പോണു. അണ്ണൻ്റെ നമ്പർ പറയാമെന്ന് പറഞ്ഞ് നമ്പർ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഒരു 5-6 അണ്ണൻ്റെ പടം വേണമല്ലോ എന്ന് പറഞ്ഞപ്പം സാബു പറയുന്നു, ഒരു കുന്നു പടം, സിനിമാക്കാരുമായിട്ടുള്ള ഒരു കുന്നു പടം എടുത്ത് മുന്നിലിട്ടിട്ട് ഇഷ്ടമുള്ള എടുത്തോ എന്ന് പറഞ്ഞു. അവരുടെ ഒന്നും വേണ്ട അണ്ണാ, ഞാൻ ഫോണിലെടുത്തോളാം എന്നൊന്നും എടുത്തു. എന്തിന്? അല്ല, അണ്ണനെക്കുറിച്ച് എനിക്ക് പരിചയമുള്ള ഒരാൾക്കൊരു പ്രോഗ്രാം ചെയ്യാനാണ്. നമ്മളെ ദിനേശാണോ എന്ന് ഉടൻ ചോദിച്ചെന്ന് പാവം. അപ്പോൾ സാബു ദിനേശാണെന്ന് പറഞ്ഞില്ല. നീ ആ ദിനേശിനെ വിളിച്ചിട്ടെ അയാളുടെ ചാനലിന് വേണ്ടി എന്നെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ, എനിക്ക് ഒരുപാട് സിനിമാ കഥകൾ പറയാനുണ്ട്. പറയാം എന്ന് പറഞ്ഞിട്ടാണ് സാബു ആ ഫോട്ടോകളെടുത്ത് എനിക്ക് അയച്ചു തന്നത്. അപ്പോൾ അനിയനൊരു സിനിമ ചെയ്താൽ അത് ചേട്ടൻ ചന്ദ്രൻ പനങ്ങോട് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ ചന്ദ്രൻ പനങ്ങോട് എക്സിക്യൂട്ടീവ് ആയാൽ ശംഭു എന്ന ശ്രീകുമാർ അതിലുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. 1993 കാവടിയാട്ടം. ഇതേ സമയത്താണ് ലെനിൻ രാജേന്ദ്രൻ്റെ ദൈവത്തിൻ്റെ വികൃതികൾ ചിത്രീകരിക്കുന്നത്. ലെനിനും അനിയനും ഒരിടത്ത് വെച്ച് കണ്ടുമുട്ടി. എവിടെയാണെന്ന് എനിക്ക് നല്ല ഓർമ്മയില്ല. രണ്ടുപേരും തങ്ങളുടെ പ്രോജക്റ്റുകളെക്കുറിച്ച് സംസാരിച്ചു. സംസാരത്തിനിടയിൽ അനിയൻ ആശ്വാസത്തോടെ പറഞ്ഞു, അപ്പോൾ നമ്മുടെ ശ്രീകുമാറിന് വർക്കായല്ലോ, സമാധാനം. അത് ശരി, അനിയൻ്റെ കൂടെ ശ്രീകുമാറുണ്ടോ എന്നായി ലെനിൻ. എന്നാൽ എനിക്കും സമാധാനം. എൻ്റെ കൂടെ അല്ല, അവിടെ അത് ശരിയാവില്ല, അനിയൻ്റെ കൂടെ ശ്രീകുമാർ നിൽക്കട്ടെ. ഒടുവിൽ ശ്രീകുമാർ അനിയൻ്റെ പടത്തിൽ വർക്ക് ചെയ്യും എന്ന് ഉറപ്പിച്ചു. ലെനിൻ പതുക്കെ ഊരിക്കളഞ്ഞു. ഇന്നലത്തെ മഴയിൽ കിളിർത്ത തകര പോലുള്ള ദിനേശിൻ്റെ കീഴിൽ ഫസ്റ്റ് അസിസ്റ്റൻ്റായി അല്ലെങ്കിൽ സഹസംവിധായകനായി ശ്രീകുമാർ വർക്ക് ചെയ്യുമോ, ഈഗോ അടിക്കുമോ എന്ന് അനിയന് ചെറിയ ടെൻഷനുണ്ട്. മനസ്സിലെന്തെങ്കിലും തോന്നിയാൽ പച്ചയ്ക്ക് പറയും. പടം ഉറപ്പായി, കാവടിയാട്ടം നടക്കും എന്നുള്ള കാര്യം ഉറപ്പായി. അഡ്വാൻസുകൾ പലർക്കും നൽകി. ജയറാം, ജഗദീഷ് ശ്രീകുമാർ, സിദ്ദിഖ്, സുചിത്ര, ഇന്ദ്രൻസ്, മാമുക്കോയ, സൈനുദ്ദീൻ, EA രാജേന്ദ്രൻ, കബീർ പൊന്നമ്മ, കിഷൻകുട്ടി നായർ, ബാബു നമ്പൂതിരി, ഉഷ റാണി, നരേന്ദ്രപ്രസാദ് തുടങ്ങി ഒരു വലിയ താരനിര തന്നെയുണ്ട് കാവടിയാട്ടത്തിൽ. ONV കുറുപ്പ് സാർ പാട്ടെഴുതട്ടെ, മോഹൻ സിത്താര സംഗീതം നൽകട്ടെ എന്ന് തീരുമാനിച്ചു. ആനന്ദക്കുട്ടനാണ് ക്യാമറ, G മുരളിയാണ് എഡിറ്റർ, മഹേന്ദ്രൻ കവലയൂർ കലാസംവിധാനം. അതും ഒരു ഉഗ്രം കഥാപാത്രമാണ്, ഞാൻ പിന്നെ ഒരു കഥയായിട്ട് പറയാം. ഇന്ദ്രൻസ് വസ്ത്രാലങ്കാരം. കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് പോയി. ഒരു നായികയെ വേണം ജയറാമിൻ്റെ ജോഡിയായിട്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഉള്ള പ്രസൻറ്റ് ടൈമിലുള്ള ഒരു നായികയും വേണ്ട എന്ന് തീരുമാനിച്ചു. ഒരു പുതുമുഖത്തെ തപ്പാനായി അല്ലെങ്കിൽ ഒരു തമിഴത്തിയെ തപ്പാനായി ചന്ദ്രൻ പനങ്ങോട് മദ്രാസിന് പോയി. പലരെയും കണ്ടു. അവസാനം ഭാഗ്യരാജിൻ്റെ നായികയായി സുന്ദരകാണ്ഡത്തിൽ അഭിനയിച്ചിട്ടുള്ള സിന്ധുജയിൽ ചെന്ന് നിന്നു അന്വേഷണം. സിന്ധുജ ഫോണിൽ വിളിച്ച് സിന്ധുജയുടെ പേര് പറഞ്ഞു. സുന്ദരകാണ്ഡം പക്ഷേ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല, എന്നാലും
ഉറപ്പിക്കാൻ പറഞ്ഞു. കാരണം ഭാഗ്യരാജിൻ്റെ നായികയായിരുന്നില്ലേ. സിന്ധുജയെ ഫിക്സ് ചെയ്തു. മറ്റെന്തൊക്കെയോ ഉറപ്പിച്ച് പനങ്ങോടൻ മദ്രാസിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് അനിയനെ അടിയന്തരമായി കോഴിക്കോട്ട് എത്താൻ ജയറാം കൽപ്പിച്ചു. അനിയൻ കോഴിക്കോട്ടേക്ക് പോയി. ജയറാം വളർന്നു വരുന്ന സമയമാണ്. ജയറാമിൻ്റെ ADC ആയി അന്ന് നടക്കുന്ന ആൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായ ഗിരീഷ് വൈക്കമാണ്. ഗിരീഷ് വൈക്കം ഇല്ലാതെ ജയറാം ഇല്ല. അങ്ങനെയായിരുന്നു അക്കാലത്ത്. ചന്ദ്രൻ പനങ്ങോടിൻ്റെയും കല്ലൂർ ശശിയുടെയും ഒക്കെ മാനേജരായി പ്രവർത്തിച്ചിരുന്ന ആളാണ് ഗിരീഷ് വൈക്കം. സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആവാൻ സിനിമയിൽ വന്ന ആളാണ്. സൂര്യ ജോണിൻ്റെ കൂടെ ആരുടെയോ കുറച്ച് സിനിമകളിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫറുടെ അസിസ്റ്റൻ്റായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. ജയറാം അനങ്ങണമെങ്കിൽ ഗിരീഷ് വൈക്കം വേണം എന്ന അവസ്ഥയാണ് കാവടിയാട്ടം എടുക്കുന്ന സമയത്ത്. അപ്പോൾ ജയറാം നായകനാവണമെങ്കിൽ ഗിരീഷ് വൈക്കം എക്സിക്യൂട്ടീവ് ആകണം. ഇല്ലേൽ ജയറാമിൻ്റെ ഡേറ്റ് കിട്ടില്ല. അതാണ് സ്ഥിതി. അതെനിക്ക് തോന്നുന്നു പൊളിച്ചത് രാജസേനാണെന്ന് തോന്നുന്നു. രാജസേൻ്റെ ആദ്യകാല സിനിമകളിൽ ഗിരീഷ് വയ്ക്കുമായിരുന്നു. പിന്നെ ജയറാമും രാജസേനും നല്ല ബന്ധമായപ്പോൾ ഗിരീഷിനെ കട്ട് ചെയ്ത് രാജസേൻ്റെ അനിയൻ കണ്ണനെ വെച്ചു. അനിയൻ കോഴിക്കോടെത്തി ജയറാമിനെ കണ്ടു. അനിയ, ഞാനീ പടം ചെയ്യണമെങ്കിൽ ഗിരീഷ് വൈക്കത്തിനെ എക്സിക്യൂട്ടീവ് ആക്കണം. ശരിക്കും പറഞ്ഞാൽ അനിയനൊന്ന് ഞെട്ടിയിരിക്കും, ഉറപ്പാണ്. ചന്ദ്രൻ പനങ്ങോട് എൻ്റെ സിനിമയുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് മാത്രമല്ല, എൻ്റെ അമ്മ പ്രസവിച്ച എൻ്റെ ജ്യേഷ്ഠനാണ്. അതെൻ്റെ വിഷയമല്ല. ഞാൻ അഭിനയിക്കണമെങ്കിൽ ഗിരീഷ് ആയിരിക്കണം എക്സിക്യൂട്ടീവ് എന്ന് കട്ട് ആൻഡ് റൈറ്റായിട്ട് ജയറാം പറഞ്ഞു. എന്ത് പറയണം എന്നറിയാതെ അനിയൻ തലസ്ഥാനത്തേക്ക് വണ്ടി കയറി. ഈ സമയം പനങ്ങോടൻ സിന്ധുജയെ ബുക്ക് ചെയ്ത് ക്യാമറ ഫിക്സ് ചെയ്ത് ഈസ്റ്റ്മാൻ ഫിലിമിന് കാശടച്ച് തലസ്ഥാനത്തേക്ക് നമ്പർ 20 മദ്രാസ് മെയിലിൽ കിടന്ന് സുഖമായി ഉറങ്ങി വരികയാണ്. അനിയൻ വെളുപ്പിന് തിരുവനന്തപുരത്തെത്തി. ചന്ദ്രൻ പനങ്ങോട് 9-10 മണിയാവുമ്പോൾ തലസ്ഥാനത്തെത്തും. 8 മണിക്ക് തന്നെ വിജയ മൂവ്സിൻ്റെ ഓഫീസിലെത്താൻ അനിയൻ ലാൻഡ് ഫോണിൽ എന്നെ വിളിച്ചു പറഞ്ഞു. 8 മണിക്ക് തന്നെ വരണം ദിനേശ്, വൈകരുത്, നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഒരു നിർണായകമായ തീരുമാനം എടുക്കാനാണ് എന്ന് പറഞ്ഞു. ഞാൻ കൃത്യസമയത്തെത്തി. അനിയനും എത്തി. മുദ്ര പാപ്പച്ചനും അല്ലെങ്കിൽ വിജയ മൂവ്സ് പാപ്പച്ചനും എത്തി. പാപ്പച്ചൻ്റെയും അനിയൻ്റെയും മുഖത്ത് എനിക്ക് നല്ല ടെൻഷൻ കാണാം. രണ്ടുപേരും ടെൻഷൻ അടിച്ചൊരു വല്ലാത്ത അവസ്ഥയിലാണ്. അപ്പോൾ കാണാം വിജയ് ശ്രീ ലാളിതനായി ഒരു പെട്ടിയും തൂക്കി പടിക്കെട്ട് കയറി ചന്ദ്രൻ പനങ്ങോട് വരികയാണ്. എല്ലാം പോയ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, നമ്മുടെ പടത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്ന് പറഞ്ഞ് ബാഗ് അവിടെ വെച്ചിട്ട് ഞാനൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് ബാക്കി പറയാം എന്ന് പറഞ്ഞ് ചന്ദ്രൻ പനങ്ങോട് വിജയ മൂവീസിൻ്റെ ടോയ്ലറ്റ് കയറി വാതിലടച്ചു. അനുജനും പാപ്പച്ചനും ഞാനും പരസ്പരം നോക്കി. കുളിച്ചിറങ്ങുന്ന ഒരുപാട് സ്വപ്നങ്ങളുമായി വന്നിറങ്ങുന്ന ചന്ദ്രൻ പനങ്ങോടിനോട് എന്തു പറയും എന്നുള്ള ടെൻഷനിൽ 3 പേരും പരസ്പരം നോക്കി. അപ്പോൾ എന്തു സംഭവിച്ചു എന്നുള്ളത് ഇതൊരുപാട് നീണ്ടുപോയതുകൊണ്ട് അവിടെ മുതൽ കാവടിയാട്ടത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ചന്ദ്രൻ പനങ്ങോട് സംസാരിക്കാൻ പോകുന്നിടം മുതലുള്ള കഥ 2ാം ഭാഗമായി ബുധനാഴ്ച പറയാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.